ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി പി ടെക് ഒഫീഷ്യൽ. അപ്പം ഇതെൻ്റെ പുതിയ ചാനലാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ഇടിക്കുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയുന്നത്, നമുക്ക് റുബിക്സ് ക്യൂബ് എങ്ങനെ ശരിയാക്കാം എന്നാണ്. ജസ്റ്റ് ഒരു 5-6 ഇക്വേഷൻ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇത് അധികം സമയം എടുക്കുന്ന പരിപാടിയല്ല. പഠിക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും പക്ഷേ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രാക്ടീസ് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ താഴെ കൊണ്ട് സുഖമായിട്ട്, ഞാൻ പറഞ്ഞത് ഷുവറായിട്ട് നിങ്ങളെ കൊണ്ടും പറ്റുന്നേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി ചെറിയൊരു ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മളിപ്പം ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു രീതി ആയിരിക്കണം. ജസ്റ്റ് ഇപ്പം പറയുകയാണെങ്കിൽ റെഡ് എന്ന് പറയുന്ന കളറ് ശരിയാക്കാൻ പറ്റും. ഇപ്പം റെഡിൻ്റെ സെൻറ്റർ ക്യൂബ് എന്ന് പറയുന്നത് റെഡ്, ഇതാണ് റെഡിൻ്റെ സെൻറ്റർ ക്യൂബ്. അപ്പോൾ റെഡ് ചുമ്മാ ശരിയാക്കാൻ നമ്മൾ സൈഡൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് ചുമ്മാ അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം എടുത്ത് ഇട്ട് ശരിയാക്കാൻ പറ്റും. ഒരു റെഡ് എന്ത് ചെയ്യും, ഓക്കെ. രണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ സുഖമായിട്ട് നിങ്ങളെ കൊണ്ട് ഈ കാര്യം നടക്കുന്നേ ഉള്ളൂ. ഞാൻ പറയും ജസ്റ്റ് ഒരു കളറെങ്കിലും ശരിയാക്കാം. അതായത് ഏതെങ്കിലും ഒരു ക്യൂബിനെ നമ്മൾ വിചാരിക്കുന്ന ഇടത്തോട്ട് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല ഒന്ന് ഉറപ്പുണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മൾ പറ്റും. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെയർ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ സ്വന്തം ഐക്യവും നമ്മുടെ സ്വന്തം സ്പീഡ്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു ഒരു ക്യൂബിനെ എവിടെ നിന്ന് എത്തി ഇവിടെ എത്തിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു ക്യൂബിനെ എങ്ങനെ ഇവിടെ എത്തിക്കുക എന്ന് നമ്മളെ കൊണ്ട് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ലെയർ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയാണ് അങ്ങോട്ട് മേളിൽ അൽഗോരിതം എന്ന് പറയുന്നത്. അൽഗോരിതം എന്ന് പറയുമ്പോൾ വലിയ പാടൊന്നുമില്ല, ജസ്റ്റ് ആദ്യമേ തുടക്കം ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളത് കാണാപ്പാടം പണി, പിന്നെ നമ്മൾ എവിടെ നോക്കാതെ തന്നെ നമ്മൾ സുഖമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അൽഗോരിതങ്ങളുണ്ട്. അൽഗോരിതങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം, അതിനകത്ത് നമ്മളിപ്പം എന്താ പറയുക, നമ്പരോ കാര്യങ്ങളൊന്നുമല്ല, ലെറ്റേഴ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഫേസ് ആയിട്ട് പിടിക്കും. ഇപ്പം എക്സാമ്പിൾ ഈ മഞ്ഞനെ ഫേസ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഇതതിൻ്റെ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, ടോപ്പ്, ബോട്ടം, ബാക്ക്, ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് റൈറ്റ്. ആർ എന്നാണ് അതിനെ ഇക്വേഷൻ. അൽഗോരിതം നമ്മൾ അൽഗോരിതം അല്ലെങ്കിൽ ഇക്വേഷൻ, ഇതിനകത്ത് നമ്മൾ 6 എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ 6നെ നമ്മൾ ക്ലോക്ക് വൈസ് രീതിയിൽ കറക്കുമ്പം ഇതിനെ 6 എന്ന് പറയും. തിരിച്ച് R' ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ നമ്മൾ R' എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് സൂചി കറങ്ങുന്ന സെയിം ഡയറക്ഷന് കറങ്ങുമ്പോൾ നമ്മൾ അതിനെ ലെഫ്റ്റ് എന്ന് L എന്ന് പറയും. തിരിച്ച് കറങ്ങുമ്പോൾ അതിനെ നമ്മൾ L' എന്നും പറയും. അതുപോലെയാണ് എൻ്റെ ഈ അപ്പ് സൈഡ്, അതുപോലെ ക്ലോക്ക് വൈസ് സൂചി കറങ്ങുന്ന സെയിം ഡയറക്ഷനെ കറങ്ങുമ്പോൾ നമ്മൾ അതിനെ U എന്ന് പറയും. തിരിച്ച് ഇറങ്ങുമ്പോൾ അതിനെ U' എന്നും പറയും. പിന്നെ നമ്മൾ ഫേസ് ഈ മഞ്ഞ മൊത്തത്തിൽ നേരെ സൂചി ഇറങ്ങുന്ന ഡയറക്ഷനെ കറങ്ങുമ്പോൾ നമ്മളതിനെ UF എന്ന് പറയും. തിരിച്ച് കറങ്ങുമ്പോൾ നമ്മളതിനെ F' എന്നും പറയും. പിന്നെ ഉള്ളത് ഇപ്പം മഞ്ഞയുടെ ഓപ്പോസിറ്റ് വെള്ളം, ഇതിനെ നമ്മൾ ബാക്ക് സൈഡ് ഇങ്ങനെ സൂചി ഡയറക്ഷനെ കറങ്ങുമ്പോൾ നമ്മൾ ബാക്ക് B എന്ന് പറയും. തിരിച്ച് ഇറങ്ങുമ്പോൾ നമ്മൾ B' എന്നും പറയും. ഇത്ര ഡാഷ് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസും, ഡാഷ് ഇല്ലാതെ വെറും നമ്പർ പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ലെറ്റർ പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനും ഒരു ബേസ് വേണമെന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ വെള്ളയാണ് ബേസിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വെള്ളം ആദ്യമേ നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് ഫുള്ള് ഷഫിൾ ചെയ്താൽ കളയട്ടെ. ഫുള്ള് ഷഫിളായിരിക്കണം. ഇപ്പം ഞാൻ ബേസിൽ എടുക്കാൻ പോകുന്നത് വെള്ളേനെയാണ്. അപ്പം വെള്ളയ്ക്ക് നമുക്ക് ആദ്യം ഒരു പ്ലസ് വേണമെന്ന് പറയുമ്പം, ഈ പ്ലസ് എന്ന് പറയുന്നത് ഇവിടുത്തെ താഴത്തെ ഓരോ റെഡ്, പച്ച, ഓറഞ്ച്, നീല ഈ ഒരു കളറായിട്ട് മാച്ച് ആയിരിക്കുന്ന രീതിയിലായിരിക്കണം വരുന്നത്. അതിൻ്റെ ഓരോ വെള്ളം കറക്റ്റാകുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് മാച്ച് ആയും കൂടെ വരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെള്ളം വെച്ചുകൊണ്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇച്ചിരി പാട് പിടിച്ച പരിപാടി. അപ്പം സിമ്പിളാണ്, പക്ഷേ എന്നാലും നമ്മൾ തുടക്കം ചെയ്യുമ്പോൾ ഭയങ്കര പാടായി. അപ്പം അതിനുവേണ്ടി നമ്മൾ നേരെ വെള്ളയുടെ ഓപ്പോസിറ്റ് നേരെ മഞ്ഞയ്ക്കകത്ത് വെള്ളയുടെ ഒരു പ്ലസ് ചുമ്മാ ഉണ്ടാക്കി. ഇപ്പം അതിന് 2 കളറാണ്, അതങ്ങ് നമുക്ക് മാറ്റിയേക്കാം. അതുകൊണ്ട് മഞ്ഞയിലൊന്നുമില്ല. അപ്പം മഞ്ഞയിൽ ചുമ്മാ ഒരു പ്ലസ് എടുത്ത് ഉണ്ടാക്കണം. ഉണ്ടെങ്കിൽ നമ്മൾ ഓരോന്നെടുത്ത് എൻ്റെ ബോട്ടം ക്യൂബ് 2 കളറുള്ള ക്യൂബ് മാത്രം സെലക്ട് ചെയ്ത് അടുത്തതെന്ന് പറയുമ്പം ഓക്കെ. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ജസ്റ്റ് ഇപ്പം എന്താ പറയുക ഇങ്ങനെയൊക്കെ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ തെറ്റിപ്പോയെന്നല്ല, അത് ഈ പ്ലസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ക്യൂബ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് ഈ പ്ലസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം അങ്ങനെ എടുക്കുമ്പം ഇത് ഓരോ കളറിനും അതിൻ്റെ താഴെയായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളർ വരും. വെള്ളയ്ക്ക് ഇത് പച്ച, അടുത്ത വെള്ളയ്ക്ക് നീല, വെള്ള റെഡ്, വെള്ള ഓറഞ്ച് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ ഓരോ സെൻറ്റർ ക്യൂബായിട്ട് ഇപ്പോൾ ഇത് നീലയും റെഡും മാച്ചായി കിടക്കുകയാണ്, കണ്ടില്ലയോ? അങ്ങനെ അപ്പോൾ അതിനെ നേരെ വെള്ളയിലോട്ട് കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ റെഡ് മാച്ചായി കിടക്കുക, നേരെ അതിനെ വെള്ളയിലോട്ട് കൊണ്ടുവരിക. അടുത്ത നീല നല്ല മാച്ചായി കിടക്കുക, നീല നേരെ വെള്ളയിലോട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ വെള്ള, പച്ചയുടെ സെൻറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നേരെ പച്ചയിലോട്ട് കൊണ്ടുപോയി, പച്ചയെ നേരെ വെള്ള. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഓറഞ്ചും വെള്ളയും നേരെ ആദ്യം മാച്ച് ചെയ്യുന്നു. നേരെ ഇനി ഇവിടെയാണ് കൊണ്ടുവരുന്നത് വെള്ളം നേരെ. ഇപ്പം വെള്ളയ്ക്ക് അതൊരു പ്ലസ് ആയി. ഈ കളർ നോക്കണ്ട, അത് തെറ്റായി കിടക്കുക, കാര്യം മാച്ചിങ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ പ്ലസ് ഉണ്ടാക്കി, പ്ലസിൻ്റെ കൂടെ ഓറഞ്ച് മാച്ച്, നീല മാച്ച്, റെഡ്, പച്ച.
ഇത്രയും കളർ മാച്ച് ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, അങ്ങനെ ഈ പ്ലസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പ്ലസിൻ്റെ ഓരോ കോർണർ ക്യൂബ് ഉണ്ട്. കോർണർ ക്യൂബ് ഇതേപോലെ ഓരോ കളറിനും മാച്ച് ആദ്യം എടുത്തിടുക എന്നാണ്. ഇപ്പോൾ അത് വെള്ളമായിട്ട് കിടക്കുകയാണെങ്കിൽ പക്ഷേ ഈ സൈഡിൽ ഇപ്പോൾ റെഡും പച്ചയും ഇവിടെ കിടക്കുന്ന റെഡ് നീലുള്ള ക്യൂബ്, അത് മാച്ച് അല്ല. അങ്ങനെ നമ്മൾ അടുത്ത ക്യൂബ് എടുക്കുകയാണ്. അപ്പം അടുത്ത ഇപ്പം ഞാൻ ഈ ഒരു ക്യൂബ് സെലക്ട് ചെയ്യുക. എനിക്ക് കൊണ്ടുണ്ട് ഇതിനെ കൃത്യ സ്പേസിൽ കൊണ്ടുവരണം, വെള്ളമുള്ളൊരു ക്യൂബ്. പിന്നെ ഇപ്പോൾ ഇതിനെ ഒന്ന് മാറ്റട്ടെ അടുത്തൊന്ന്. ഇപ്പോൾ ഇത് അവിടെ നിന്ന് മാറി ഇങ്ങോട്ട്. ഇപ്പോൾ ഇത് വെള്ള, നീല, ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന ക്യൂബാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വരണ്ട. അപ്പോൾ ഈ ക്യൂബിൻ്റെ നേരെ നമുക്ക് ഇങ്ങോട്ടുണ്ടെന്നോ അതിനെ നേരെ തിരിക്കുന്നു. വേണ്ടേ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി അടുത്തെന്ന് പറയുമ്പം അടുത്ത ക്യൂബ് വെള്ള, റെഡ്, പച്ച. പിന്നെ ഇവിടെ ഇനി അടുത്ത ഓറഞ്ച്, പച്ച. ഇവിടുത്തെ അല്ലത് റെഡ്, പച്ച എന്ന് പറയുമ്പം റെഡ്, പച്ച. ഈ ഭാഗത്ത് വരേണ്ട ക്യൂബാണിത്. അപ്പോൾ ഇതിനെ നേരെ ഇങ്ങനെ ആക്കുന്നു, നേരെ കയറ്റുന്നു, സിമ്പിൾ. ഇനി അടുത്ത് രണ്ടെണ്ണേ ഉള്ളൂ. ഇപ്പോൾ റെഡ്, നീല എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന ക്യൂബാണിത്. ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ഇക്വേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ സ്വന്തം ഐക്യു വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. അടുത്ത ലാസ്റ്റ് ക്യൂബ് ഇതാണ്. അതിനൊന്ന് അടുത്തൊന്ന് മാറ്റി കൊണ്ടുതാണ്ട് തിരിച്ചൊന്നിട്ടു, തിരിഞ്ഞടക്കുമായിരുന്നു. അങ്ങനെ വെള്ള ഫുള്ള് കംപ്ലീറ്റ്. കൂടെ തന്നെ ഓരോ കളറിനും ടീ പോലെ, ഇപ്പോൾ റെഡിൻ്റെ ഒരു ടീ, നീല, ഓറഞ്ച്, പച്ച. ഇപ്പം ഓറഞ്ചൊക്കെ ഇപ്പം ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല, അധികം ഒരു ടീ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ റെഡിൻ്റെ കൂടെ വേറെ റെഡോ എല്ലാം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ 3 കളർ അതിൻ്റെ സെൻറ്റർ ക്യൂബായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി നേരെ ഈ വെള്ളയ്ക്കകത്ത് ഇനി ചെയ്യാൻ ഒന്നുമില്ല. നേരെ വെള്ള നമ്മൾ നേരെ താഴെ കൊണ്ടുവന്നു, ബേസ് ആക്കുന്നു, അതിനെ അടിത്തറയാക്കുന്നു. ജസ്റ്റ് ഇനി അടുത്ത അതിൻ്റെ സെക്കൻഡ് ലെയറാണ് ഈ വെള്ളയുടെ സെക്കൻഡ് ലെയർ. ഇതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ മഞ്ഞയില്ലാത്ത ക്യൂബുകളാണ് നമുക്ക് വേണ്ടത്. കാര്യം ടോപ്പാണ് ഈ മഞ്ഞ എന്തായാലും ഇത്രയും ഭാഗത്തേ വരത്തുള്ളൂ. ഇങ്ങോട്ട് ഈ സൈഡിലോ ഇങ്ങോട്ടൊന്നും വരത്തില്ല മഞ്ഞ. അപ്പോൾ മഞ്ഞില്ലാത്ത ബോട്ടം ക്യൂബ്, അതായത് 2 കളറുള്ള ബോട്ടം ക്യൂബ് നോക്കിയാണ്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഓറഞ്ച്, മഞ്ഞുള്ളത് നമുക്കത് വേണ്ട. ഇങ്ങനെ വരുവാണെങ്കിൽ നീല, റെഡ്. അപ്പം അത് മഞ്ഞയില്ല. അതിൻ്റെ ഇപ്പം മേളത്തെ കളർ റെഡും താഴത്തെ കളർ നീലയാണ് നമുക്കപ്പോൾ എടുക്കേണ്ടത്. നീലയുടെ സെൻറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതാണ്. നീലയുടെ സെൻറ്റർ ക്യൂബ് ആദ്യമേ അതിനെ കൊണ്ട് നമുക്ക് മാച്ച് ചെയ്യിപ്പിക്കണം. ഉണ്ട്, നീലയും ഇപ്പം മാച്ചായി. അതിൻ്റെ മേളത്തെ റെഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പം നോക്കുക, ഇത് അതിൻ്റെ റൈറ്റ് സൈഡിലാണ് റെഡ് വരുന്നത്, ലെഫ്റ്റ് സൈഡ് എൻ്റെ ഓറഞ്ചാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ 2 ഇക്വേഷനാണ് ഈ സെക്കൻഡ് ലെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്, ടോപ്പ് ടു റൈറ്റും ടോപ്പ് ടു ലെഫ്റ്റും. അപ്പോൾ ടോപ്പ് ടു, അപ്പോൾ ഇത് ഇപ്പോൾ റൈറ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് ടു റൈറ്റ് ചെയ്ത് ക്യൂബിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ നീലയാണ് ഫേസ് ആയിട്ട് പിടിക്കുന്നത്. ഫേസ് ആയിട്ട് പിടിച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യു ക്ലോക്ക് വൈസ്, ആർ ക്ലോക്ക് വൈസ്, എഫ്, ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. അതുപോലെ നേരത്തെ പറഞ്ഞ ഓർത്ത് വെച്ചിരുന്നാൽ മതി. നേരെ യു ക്ലോക്ക് വൈസ്, ആർ ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, വീണ്ടും യു ആൻറ്റി ക്ലോക്ക് വൈസ്, പിന്നെ അടുത്ത ഫേസ് ആണ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, പിന്നെ യു ക്ലോക്ക് വൈസ്, പിന്നെ വീണ്ടും ഫേസ് ക്ലോക്ക് വൈസ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വെള്ള പോയിട്ടില്ല, കൂടെ റെഡ്, നീല കൃത്യം മാച്ചായി കിടക്കുന്നത് കണ്ടോ, വെള്ളം പോയിട്ടില്ല. ഇനി അടുത്തെന്ന് പറയുമ്പം ഇതേപോലെ ഈ 4 നമ്മൾ സെലക്ട് ചെയ്തിടണം. അടുത്തിപ്പോൾ നല്ല ഒരെണ്ണം മാച്ചായി കിടക്കുകയാണ്, റെഡും പച്ചയും. താഴത്തുള്ള റെഡാണ് മാച്ചാണ്. പച്ച എന്ന് പറയുന്നതിൻ്റെ റൈറ്റ് സൈഡാണ്. സെയിം ഇക്വേഷൻ തന്നെ, യു ക്ലോക്ക് വൈസ്, ആർ ക്ലോക്ക് വൈസ്, യു ആൻറ്റി ക്ലോക്ക് വൈസ്, ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, വീണ്ടും യു ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, വീണ്ടും യു ക്ലോക്ക് വൈസ് തിരിഞ്ഞു പോയി ഗൈസ്, സോറി ക്ഷമിക്കുക. പിന്നെ ഫേസ് താണ്ട വെള്ളയും പോയിട്ടില്ല, താണ്ട റെഡ്, പച്ച ഉണ്ടായി. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കുള്ളൂ. അതിപ്പം ഇപ്പോൾ താഴത്തെ കളർ ഇവിടെ ഈ ഒരു ക്യൂബാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം ഓറഞ്ച്, നീല. ഓറഞ്ചാണ് താഴത്തെ കളർ, ഇതാണ് ഓറഞ്ചിൻ്റെ. നേരെ അതിനെ കൊണ്ടിന്യൂ റൈറ്റ് സൈഡ്, സെയിം ഇപ്പോഴും റൈറ്റ് സൈഡ് തന്നെ. ലെഫ്റ്റ് സൈഡുള്ള നമ്മൾ നോക്കാൻ വരുന്നോ ഇല്ലയോ എന്ന്. ലെഫ്റ്റ് സൈഡുള്ള ഇക്വേഷൻ വരും കേസ്, ഓറഞ്ച്, പച്ച, ഇതിന് ലെഫ്റ്റ് സൈഡ് തന്നെ വരും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്യാൻ വീണ്ടും സെയിം അതേ ഇക്വേഷൻ തന്നെ, U1 ഈ ഒരു സാധനം ചെയ്ത് ഇത്രയേ ഉള്ളൂ സംഭവം. ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതങ്ങ് സെറ്റായി. ലാസ്റ്റ് എന്ന് പറയുന്നത് ഇല്ല ഇതിനകത്ത് 4 3 ഇട്ടാണ്. ലാസ്റ്റ് എന്ന് പറയുന്നത് ഓറഞ്ച്, പച്ച. താഴെയുള്ള ഓറഞ്ചാണ്, നേരെ കൊണ്ട് ഓറഞ്ച് മാച്ചാക്കി. പച്ച എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ 2 കേസിൽ ഒരു കേസ് നിങ്ങൾ റൈറ്റ് സൈഡ് പിടിച്ചില്ലേ, ഇപ്പോൾ ലെഫ്റ്റ്. ചിലപ്പോൾ നിങ്ങളുടെ ലക്ക് വരും, ചിലപ്പോൾ നിങ്ങൾക്ക് 3 റൈറ്റ് പറഞ്ഞ ലെഫ്റ്റും വരാം, ചിലപ്പോൾ 3 ലെഫ്റ്റ് പറഞ്ഞ റൈറ്റ്, അല്ലെങ്കിൽ 2 റൈറ്റ് 2 ലെഫ്റ്റ്, എന്നാൽ ചിലപ്പോൾ ഫുൾ റൈറ്റ് ഫുൾ ലെഫ്റ്റ്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പം ഓറഞ്ച്, പച്ച എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നേരെ ഈ ഇക്വേഷൻ തിരിച്ച് ചെയ്താൽ മതി. നേരത്തെ യു ക്ലോക്ക് വൈസാണ് തുടങ്ങുന്നതെങ്കിൽ ഇപ്പോൾ യു ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ ടോപ്പ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടോപ്പ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അപ്പോൾ അതിന് ആദ്യമേ യു ആൻറ്റി ക്ലോക്ക് വൈസ്, യുവിനാണ്ട് തിരിച്ച് കിടക്കുന്നു. പിന്നെ എൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതാണ് ലെഫ്റ്റ് സൈഡ്.
ലെഫ്റ്റ് സൈഡ് നേരെ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് സൂചി കറങ്ങാൻ ഡയറക്ഷനോട്ട്, പിന്നെ യു ക്ലോക്ക് വൈസ്, എൽ ക്ലോക്ക് വൈസ്, പിന്നെ വീണ്ടും യു ക്ലോക്ക് വൈസ്, പിന്നെ അടുത്ത ഫേസാണ്, ഫേസും ക്ലോക്ക് വൈസ് സൂചി ഇറങ്ങാൻ സെക്കൻഡ് ഡയറക്ഷന്, പിന്നെ അടുത്ത യു ആണ് അപ്പ് സൈഡ്, അതിനെ വീണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ഇറങ്ങണം, തിരിച്ച് ഇറങ്ങണം, പിന്നെ എഫ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇതാണ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇതാണ്ട് സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിരിക്കണം. വെള്ളയും സെക്കൻഡ് ലെയർ, ഇതാണ് നമ്മൾ ക്യൂബിൻ്റെ പകുതി വരെ എത്തി. ഇതൊക്കെ കാണുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളൂ, സംഭവമൊന്നുമില്ല. 1 മിനിറ്റ് സാധനം സുഖമായിട്ട് ചെയ്യാം, സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത നേരെ ടോപ്പ് ലെയർ മഞ്ഞ, ഇനിയൊന്നും ചെയ്യില്ല. മഞ്ഞയ്ക്കകത്ത് നമ്മൾ ആദ്യം ഒരു പ്ലസ് ഉണ്ടാക്കണം. പ്ലസ് ഉണ്ടാക്കാൻ വേണ്ടി ജസ്റ്റ് ചെറിയൊരു ഇക്വേഷൻ ഉള്ളൂ, ഇഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്, ഇത്രേ ഉള്ളൂ. അതിന് ചെയ്യേണ്ടത് ഇപ്പം ഇങ്ങനെ എങ്ങനെയോടെങ്കിലും വെച്ച്, ഇപ്പം ഞാൻ ഇങ്ങനെ വന്നാൽ ഇങ്ങനെ നേരെ ഈ ഒരു സൈഡ് ഫേസ് വെച്ചാണ് ചെയ്യാറ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ പ്ലസ് വരുന്നവരങ്ങ് ചെയ്യാം. ആദ്യമേ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടാണ്, പിന്നെ നിങ്ങൾ തന്നെ രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊക്കെ തന്നെ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം. എഫ് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ. യു അടുത്ത ക്ലോക്ക് വൈസ്, ആർ ക്ലോക്ക് വൈസ്, പിന്നെ ഇതിനടുത്ത് യു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. യു തിരിച്ച് കറക്കുന്നു, പിന്നെ അടുത്ത ആർ ആൻറ്റി ക്ലോക്ക് വൈസ്, ആറും തിരിച്ച് കറക്കുന്നു, പിന്നെ അടുത്ത എഫ് ആൻറ്റി ക്ലോക്ക് വൈസ്. ആണ്ട് ഒരു പ്ലസ് അതേ ആയിട്ടുണ്ട്. ആണ്ട് നമ്മുടെ സെക്കൻഡ് ലെയറും പോയിട്ടില്ല, താഴത്തെ വെള്ളയും പോയിട്ടില്ല, പ്ലസ് ആയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലസ് ആയി കഴിഞ്ഞാൽ നേരെ നമുക്കൊരു ഫിഷ് ഫോം പോലെ ആക്കണം. അതിന് വേണ്ടി ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്കിലൊക്കെ പണ്ട് മീനെ പോലെ വരയ്ക്കത്തില്ല. ഇപ്പോൾ ഇത് പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ മീൻ്റെ 2 വാല്, മീനെ പോലെ പിള്ളേർ വരയ്ക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് അങ്ങനെ ഫിഷ് ഫോം എന്ന് പറയുന്നേ ഉള്ളൂ. അങ്ങനെ ആക്കണം. അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ തിരിച്ചുവരാൻ പിടിച്ച് ഈ സൈഡ് ഫേസ് ആക്കാവും, മഞ്ഞയും വെള്ളയും ഫേസ് ആക്കരുത്. ജസ്റ്റ് ഈ 4 കളർ, ഇപ്പം ഓറഞ്ച്, നീല, റെഡ്, പച്ച, ഇതൊക്കെ ഈ ഒരു സൈഡ് ഫേസ് വെച്ച് ചെയ്യേണ്ട ഇക്വേഷനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ആറ് യു ആർ ഡാഷ് യു ആറ് യു 2 തവണ പിന്നെ എടുത്താക്കണം, U2 പിന്നെ ആർ ഡാഷ്. അതുകൊണ്ട് ഒരു ബുക്കിലൊക്കെ കാണുന്നുള്ളൊരു മീനെ പോലെ ഇല്ലേ, 2 വാല് മീൻ്റെ, അങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ വരുന്നതായിരിക്കും നേരെ ഇതേ സെയിം ഇക്വേഷൻ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യുന്നതിന് നേരത്തെ നമ്മൾ ഏത് ഫേസ് ആണെങ്കിലും വെച്ച് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഇത് കിട്ടിക്കൊണ്ടിരുന്നത് ചെയ്യണം. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ചെയ്യണം. കാരണം ഒരു വാല അതിൻ്റെ സ്ട്രെയിറ്റും ഒരു വാല നമ്മുടെ വലത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഈ പിടിക്കുമ്പോൾ റെഡാണ് എൻ്റെ ഫേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നീല ഫേസ്. നമ്മൾ ജസ്റ്റ് ഈ വാല് നോക്കിയാൽ വാലിൻ്റെ ഒരു വാല് നേരെയും ഒരു വാല് ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ട് ഇതേ ഇക്വേഷൻ ഒന്നുകൂടെ ചെയ്യുക. 6 യു ആർ ഡാഷ് യു 6 യു 2 പ്രാവശ്യം പിന്നെ 6. അതുകൊണ്ട് അപ്പോൾ അതേ സാധനം തന്നെ വീണ്ടും കിട്ടി, തലയിരിഞ്ഞാൽ കിട്ടിയെന്നുള്ളൂ. അത് ജസ്റ്റ് ഈ ക്യൂകളെല്ലാം ഒന്ന് ഓർഡർ ആയത്, നേരത്തെ ഓർഡറായി കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ശരിയാവും. ഇത് നേരത്തെ ഓർഡർ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയായി വന്നത്. അത് നമ്മുടെ ലക്കുമല്ല ഇരിക്കും, ചിലപ്പോൾ ഓർഡറായി കിടക്കും, ഓർഡറെല്ലാം ഇറങ്ങും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കുന്ന ഒരു വാല അങ്ങോട്ട് ഒരു വാല വലത്തോട്ട്. ഇതേ ക്വസ്റ്റൻ ഒന്നുകൂടെ ചെയ്യുന്നു. 6 യു ആർ ഡാഷ് യു 6 യു ഡബിൾ ഡാഷ് ആർ ഡാഷ്. ഇത്ര ചെയ്ത് കഴിയുമ്പോൾ വേണ്ട മേളത്തെ മഞ്ഞ ഫുള്ള്. ഇനി ജസ്റ്റ് നമുക്ക് ഇത്രയും ഒരു ഭാഗം കൂടെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഇതിപ്പോൾ നമ്മൾ ആൾറെഡി നമ്മുടെ സെക്കൻഡ് ലെയറിൽ ചെയ്യേണ്ട സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ ചെയ്യുമ്പോൾ താണ്ട ഇത്രയും ഭാഗം എല്ലാം ഇതേപോലെ തന്നെ വരണ ഇക്വേഷനാണ് ചെയ്യുന്നത്. ഷഫിൾ ചെയ്തേക്കാം തൽക്കാലം. അത് ഇക്വേഷൻ തന്നെ ചെയ്യുമ്പോൾ അങ്ങ് ഷഫിൾ ആയിക്കോളും. എന്തോ ലക്കിന് വന്നതാണ് അങ്ങനെ. ജസ്റ്റ് ഇപ്പം താണ്ട ഇപ്പം ഈ ഒരു നീല കളർ കണ്ടില്ലയോ, നീല ബാക്കിനെല്ലാം ഷഫിളാക്കി കളഞ്ഞു. താണ്ട നമ്മൾ വേറെ ഒന്നും പോയിട്ടില്ല. ഈ നീല എന്ന് പറയുന്ന ഒരു യു പോലെ ഇല്ല, ഇതിനകത്ത് നടുക്കത് ബോട്ടം ക്യൂ മാത്രം പോയിട്ട് ബാക്കി എല്ലാ കളറും ഇപ്പോൾ ഓറഞ്ച് ഒന്നും അങ്ങനെ ഇല്ല, പച്ചയില്ല, റെഡില്ല. അപ്പം നേരെ നീല അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകും. നീല ഓപ്പോസിറ്റ് പച്ച വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ ചെയ്യാൻ പോവുകയാണ്. കാര്യം നീലയ്ക്കകത്ത് ഇപ്പോൾ ഒരു യു ആയില്ല, അതുപോലെ എല്ലാം ബാക്കി 4 കളറിലും അങ്ങനെ ആക്കണം നമുക്ക്. അതിനുണ്ട് നേരത്തെ നിങ്ങൾ കണ്ടില്ലായിരുന്നു, എല്ലാം ഒരു കളർ റെഡും ഫില്ലായി, ബാക്കി 3 കളർ മാത്രം ഇല്ല ഇങ്ങനെ വന്ന് നടന്നുള്ളൂ. അത് ആ ഇക്വേഷൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ എന്തോ ലക്കിന് വന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. ലാസ്റ്റ് ഇപ്പോൾ അപ്പം നീല കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഏത് കളറാണ് ഇപ്പോൾ റെഡാണ് വന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ ഓറഞ്ച് കൊണ്ടുപോകണം. അങ്ങനെ ഓരോ കളറിൻ്റെ ഓപ്പോസിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പം നീലയ്ക്കകത്താണ് വന്നത്. നീലയ്ക്കകത്ത് വരുമ്പോൾ നീലയുടെ നേരെ ഓപ്പോസിറ്റ് പച്ചയാണ്. പച്ച ഞാൻ ഫേസ് വെച്ചിട്ട് പോയിട്ട് നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ R1 ആൻറ്റി ക്ലോക്ക് വൈസ് പച്ച വെച്ച് R ആൻറ്റി ക്ലോക്ക് വൈസ്. അടുത്ത F ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വീണ്ടും R ആൻറ്റി ക്ലോക്ക് വൈസ്. പിന്നെ വീണ്ടും ബാക്ക് ടു 2 പ്രാവശ്യം, അതായത് നീല 2 പ്രാവശ്യം കറക്കുക. അതിന് വീണ്ടും R ക്ലോക്ക് വൈസ് നേരെ ക്ലോക്ക് വൈസ് രീതിയിൽ കറക്കുന്നു. അവിടെ പച്ച F ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് കറക്കുന്നു. R ആൻറ്റി ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ മറ്റേ തിരിച്ച്. അതായത് പിന്നെ ബാക്ക് 2 പ്രാവശ്യം, വീണ്ടും നീല 2 പ്രാവശ്യം കറക്കുന്നു. പിന്നെ R 2 പ്രാവശ്യം റൈറ്റ് സൈഡ്. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഇറങ്ങിയാലും തിരിച്ച് താഴെ തന്നെ വരത്തുള്ളൂ, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം വേണ്ട വേറെ കുഴപ്പമൊന്നുമില്ല. വേണ്ട ഇപ്പം നേരത്തെ വന്നല്ല റെഡ് ശരിയായി, ബാക്കി വേണ്ട എല്ലാ കളറിലും. അതായത് റെഡിനകത്തൊരു ഉണ്ട്. ചിലപ്പോൾ റെഡ് അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ റെഡ് പോവായിരിക്കും, അതൊന്നും കുഴപ്പമില്ല.
രണ്ട് നീലയുണ്ട്, ഓറഞ്ച്, പച്ച, എല്ലാത്തിലും ഒരു യു പോലെ ആ ബോട്ടം യു മാത്രം പോയിട്ട് വന്നു. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ഇക്വേഷനാണ്. ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നേരെ ഈ നമുക്കിപ്പം റെഡാണ് ഫില്ല് ഇപ്പം നിങ്ങൾ റെഡൊന്നും ഫില്ലായിട്ട് 4 ഇതേപോലെ വന്ന് കിടക്കുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ് വെച്ച് ചെയ്താൽ മതി. ഇപ്പോൾ റെഡിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ റെഡോ നീലയോ ഓറഞ്ചോ പച്ചയോ അത് ഏതെങ്കിലും ഒരെണ്ണം വരുവാണെങ്കിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോവുക. ഓപ്പോസിറ്റ് ലാസ്റ്റ് ഇക്വേഷൻ ചെയ്യുക. അങ്ങനെ റെഡ് വരുമ്പോൾ റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പം മഞ്ഞ ഫില്ലായി, വെള്ളയുണ്ട്, റെഡ് ഫില്ലായി, ബാക്കി ഇനി 3 കളറുകൊണ്ട് ഫില്ലാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പം റെഡാണ്, റെഡോ പച്ച ഏത് കളർ വരുമ്പോൾ ഈ 4 കളർ ഏത് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോകുക. അത് ലാസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ എനിക്ക് റെഡാണ് കിട്ടിയത്. അപ്പോൾ റെഡിന് നേരെ ഓപ്പോസിറ്റ് ഓറഞ്ച് കൊണ്ടുപോകുക. ഓറഞ്ച് ഫേസായിട്ട് പിടിച്ചിട്ട് നേരെ R2 U R U R ഡാഷ് U ഡാഷ് R ഡാഷ് U ഡാഷ് R ഡാഷ് U R ഡാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വീണ്ടും ഓർഡറായി ചിലപ്പോൾ 2 തവണ ആയിട്ട് 1 തവണ നിങ്ങളുടെ ലക്കോ അല്ലിരിക്കും ചിലപ്പം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ റെഡ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ റെഡിനെ വീണ്ടും ഓപ്പോസിറ്റ് കൊണ്ടുപോകുക. ഇത് ഇക്വേഷൻ ലാസ്റ്റ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യുക. നേരെ R2 U R U R ഡാഷ് U ഡാഷ് R ഡാഷ് U ഡാഷ് R ഡാഷ് U R ഡാഷ്. ഇതാണ്ടേ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യൂബ് ശരിയായിരിക്കുന്നു. ഇതിപ്പം 1 മിനിറ്റ് താഴെ നിങ്ങൾക്ക് സുഖമായിട്ട് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. ജസ്റ്റ് ഒരു ടോപ്പ് ലെയർ ചെയ്യാനുള്ള റൈറ്റ് ലെഫ്റ്റ് ഇക്വേഷൻ അതിപ്പം ഒറ്റയായിട്ട് പഠിക്കാൻ കാര്യം വെച്ചാൽ ഒരു ഇക്വേഷൻ ഓപ്പോസിറ്റ് ആണ് അടുത്ത ഇക്വേഷൻ വരുന്നത്. അത് കാരണം ഒറ്റ ഇക്വേഷൻ പഠിക്കും. പിന്നെ ടോപ്പ് പ്ലസ് ആക്കാനുള്ള ഒരു ഇക്വേഷൻ, പിന്നെ ടോപ്പിലെ മഞ്ഞ ഫുള്ളാക്കാനുള്ള ഒരു ഇക്വേഷൻ, പിന്നെ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ മറ്റേ യു പോലെ ആക്കാനുള്ള ഒരു ഇക്വേഷൻ, പിന്നെ ഇപ്പം ലാസ്റ്റിൽ തീ കാണുന്ന ഒരു ഇക്വേഷൻ. മൊത്തത്തിൽ 5 ഇക്വേഷൻ. പിന്നെ ഫസ്റ്റ് ലെയർ നമുക്കറിയാലോ, നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്പീഡ് പോലെ നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു ടി പോലെ ബാക്കി എല്ലാ കളറും ടി പോലെ ആക്കുന്ന ഒരു പരിപാടിയാണ്. അതിന് ഇക്വേഷനോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ ചില ടൈമർ വെച്ചൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കത്തില്ല, 1 മിനിറ്റ് താഴെ. അപ്പം എത്ര പെട്ടെന്ന് നമ്മൾ ചെയ്ത് തീർക്കുന്നു അത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ഇക്വേഷനൊക്കെ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടും. അങ്ങനെ ചെയ്ത് പഠിക്കുക. ഇതിപ്പം എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെച്ച് ഇപ്പം കൊണ്ടുനടന്നിപ്പം ആദ്യമേ ചെയ്യുമ്പോഴൊന്നും ശരിയാവത്തില്ല. ഇപ്പം ഞാനായാലും ചെയ്ത് നോക്കുമ്പം ആദ്യമേ ചെയ്യും, ഒരു മിനിമം ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഫുള്ള് എനിക്ക് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാതെ ഞാൻ വീണ്ടും എല്ലാം ഷഫിൾ ചെയ്ത് വീണ്ടും ഒന്നേ തുടങ്ങി കഴിയുമ്പോൾ വീണ്ടും എവിടെയെങ്കിലും വെച്ച് എനിക്ക് ഇങ്ങനെ കിട്ടും മനസ്സിലാവും. നേരത്തെ തന്നപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം ഞാൻ ഇക്വേഷൻ ഇവിടെ ഈ ഫേസ് ചെയ്തപ്പോഴാണ് എനിക്ക് ശരിയായത്. മറ്റേ ഫേസ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കി മാറ്റി ചെയ്തു. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ ഒരു 6 or 7 തവണ ചെയ്യുമ്പോഴേക്കും ഒരു തവണ ക്യൂബ് ശരിയാകുന്നത്. പിന്നെ വീണ്ടും ഷഫിളാക്കി വീണ്ടും ചെയ്യുമ്പോൾ അതേപോലെ നമുക്ക് ഒരു 4-5 തവണ ചെയ്യുമ്പോഴേക്കും വീണ്ടും അത് റെഡിയായി വരും. അതുപോലെ പിന്നെ നിങ്ങൾ എപ്പം ചെയ്താലും ക്യൂബ് എങ്ങനെ ഷഫിളായി കിട്ടിയാലും ശരിയാക്കുന്ന രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കൂടിയോ നമുക്ക് പൊളിച്ചേക്കാം. ടാറ്റാ.